വയനാട് കൽപ്പറ്റയിൽ പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസ് ആക്രമണം. വിശദാംശങ്ങളുമായി KR അനൂപ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. അനൂപ്, മാർച്ചിനുണ്ടായ കാരണം, ഒപ്പം സംഘർഷത്തിനിടയാക്കിയ ഒരു സാഹചര്യം, ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എന്താണ്? മാർച്ച് അവസാനിച്ചോ? അല്പസമയം മുൻപ് മാർച്ചും പ്രതിഷേധവും യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ചു. നേരത്തെ വനമന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കുക, വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധം തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൽപ്പറ്റയിലെ ജില്ലാ കളക്ടറേറ്റ് ഓഫീസിന് മുന്നിലേക്ക് സംഘടിതമായി എത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധക്കാർ ഇവിടെ എത്തിയത്. അല്പസമയം മുൻപ് ഈ പ്രതിഷേധക്കാർ ഇവിടേക്ക് എത്തുകയും ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ പോലീസുമായുള്ളൊരു കയ്യേറ്റ ശ്രമമുണ്ടായി. പോലീസിനെ ആക്രമിച്ചു, കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ആക്രമിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയും പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഘട്ടത്തിൽ കൂടുതൽ അക്രമാസക്തമാവുകയാണ് പ്രവർത്തകർ ചെയ്തത്. അവർ വടികൾ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം തന്നെ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചതിനു ശേഷം പോലീസ് ലാത്തി വീശുകയും ചെയ്തു. ലാത്തി വീശി പ്രവർത്തകരെ പിന്തിരിഞ്ഞ് ഓടിപ്പിച്ചതിനു ശേഷവും പിന്നീട് സംഘടിച്ചെത്തിയ പ്രവർത്തകർ പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു വിധത്തിലാണ് പോലീസ് ഇവരെ ബലപൂർവ്വം ഈ മേഖലയിൽ നിന്ന് മാറ്റിയത്. പിന്നീട് ദേശീയപാത 766-ൽ ഈ ജില്ലാ കളക്ടറേറ്റിന് മുമ്പിലുള്ള റോഡിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും പോലീസിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും എല്ലാം ചെയ്തു. ഏതായാലും കഴിഞ്ഞ ദിവസം UDF-ന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ഉണ്ടായിരുന്നു. ഈ രാപ്പകൽ സമരത്തിന് വേണ്ടത്ര ഒരു ശ്രദ്ധയോ പരിഗണനയോ കിട്ടിയിരുന്നില്ല. അതുന്നയിക്കുന്ന രാഷ്ട്രീയ സ്വഭാവം കൊണ്ട് തന്നെ ആ വിഷയത്തിന് കാര്യമായ ഒരു ജനപിന്തുണയും ലഭിച്ചിരുന്നില്ല. ഏതായാലും അതിനുശേഷമാണ് ഇന്ന് രാവിലെ ആ രാപ്പകൽ സമരം അവസാനിച്ചതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തുകയും മനഃപൂർവ്വമുള്ള ഒരു ശ്രമം, അക്രമ സ്വഭാവം പ്രകടനം കാണിക്കുകയും ചെയ്തു. ഏതായാലും പോലീസ് വളരെ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയത്. ഇപ്പോൾ തൊട്ടടുത്തുള്ള DCC ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോയിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് കൽപ്പറ്റയിൽ.